നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 27-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 11-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് ഉദയ നക്ഷത്രം, മൂല നക്ഷത്രം, കുറച്ച് നേരമേ ഉള്ളൂ മൂല നക്ഷത്രം. അത് കഴിഞ്ഞ് പൂരാട നക്ഷത്രമാണ്. ഇപ്പോൾ മൂല നക്ഷത്രമായാലും പൂരാട നക്ഷത്രമായാലും ദോഷപ്രദമായ നക്ഷത്രങ്ങളല്ല, ശുഭനക്ഷത്രം തന്നെയാണ്. ഇപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസം തന്നെയാണ്. സന്തോഷപ്രദമായ അവസ്ഥയെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ജാതക പ്രകാരം തന്നെ ഇന്ന് ദിവസപ്രകാരവും നല്ല ദിവസം വരെയാണ്. അപ്പോൾ ഇന്ന് നല്ല കാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസം തന്നെയാണ്. അപ്പോൾ നമുക്ക് യഥേഷ്ടം ഇന്നത്തെ ഒരാഴ്ചയുടെ ആരംഭം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, ഉഴപ്പിയിരിക്കരുത്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഇന്ന് മൂല നക്ഷത്രം തന്നെയാണ്. 6 നാഴിക നേരം വരെ നക്ഷത്രം ഉണ്ടെങ്കിൽ ആ നക്ഷത്രം എടുക്കാവുന്നതാണ്. ഇപ്പോൾ മൂല നക്ഷത്രം തന്നെ നമുക്കെടുക്കാം. നക്ഷത്ര ബർത്ത്ഡേ ആയിട്ട് വന്ന കർക്കിടക മാസത്തിലെ മൂല നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കുന്നത്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. നമ്മൾ ഇന്നത്തെ ദിവസത്തെ പറഞ്ഞു പോകുമെങ്കിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഷത്തെ ഫലത്തിനാണ്, ഒരു ദിവസത്തെ ഫലത്തിനല്ല. അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. സാമ്പത്തിക നേട്ടം, ജോലിയിൽ പുരോഗതി, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് അനുകൂലപ്രദം, വാഹനം വാങ്ങാൻ നല്ല സമയം, അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും പുരോഗതിയുടെ കാലഘട്ടം, അതുപോലെ വിദേശത്തിരിക്കുന്നവർ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഇന്ന് ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാലം സമയം നോക്കി ഇറങ്ങണം. രാഹുകാലം നോക്കി ഇറങ്ങണം. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. 7:30 മണി മുതൽ 9 മണി വരെ രാഹുകാലം എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും 7:50 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9 മണി 24 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് താനും. അപ്പോൾ 7:50 മുമ്പോ 9:24 ശേഷമോ ഓരോ യാത്രയ്ക്ക് തുനിയണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 2:05 തൊട്ട് 3:38 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:58 തൊട്ട് 12:31 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല, ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. 12 മണി 7 മിനിറ്റ് തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇതിനിടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെള്ള വസ്ത്രമോ അതുപോലെ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ ഒരു വെള്ള വസ്ത്രം കരുതുക. ഇത് ഭാഗ്യത്തെ കൊണ്ടുവരും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.